അടുത്ത ഭരണം വരുമ്പോൾ പിണറായി വിജയൻ സെൻട്രൽ ജയിലിൽ പോകും. വെള്ളാപ്പള്ളിയെ എങ്ങനെയാണ് ചാക്കിട്ടതെന്നറിയാമെന്നും പി സി ജോർജ്. പി സി ജോർജ് വാ തുറന്നാൽ അത് വാർത്തയാവും. കാരണം അദ്ദേഹത്തിന്റെ നാക്ക് ചലിക്കുന്നത് ആരെയെങ്കിലും വിമർശിക്കാനാവും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പി സി വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഇത്തവണ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഇരകൾ. അടുത്ത ഭരണം വരുമ്പോൾ പിണറായി വിജയൻ സെൻട്രൽ ജയിലിൽ പോകുമെന്നായിരുന്നു ബി.ജെ.പി. നേതാവ് പി സി ജോർജിന്റെ ഇന്നലത്തെ പ്രതികരണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ചാക്കിട്ടതെന്ന് തനിക്ക് അറിയാമെന്നും പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളാപ്പള്ളിയെ പിണറായി എങ്ങനെ ചാക്കിട്ടുവെന്ന് എനിക്കറിയാം, പക്ഷേ കുറ്റപ്പെടുത്തുന്നില്ല എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. ബി.ജെ.പി. നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പി സി ജോർജ് ഇക്കാര്യം പറഞ്ഞത്. തന്റെ വാഹനത്തിൽ ഭാര്യയെയും മക്കളെയും മാത്രമേ പിണറായി കയറ്റാറുള്ളൂ എന്നും പി സി ജോർജ് ചൂണ്ടിക്കാട്ടി. ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഒരാൾ ആ വാഹനത്തിൽ കയറിയതെന്നും പി സി ജോർജ് പറഞ്ഞു. അതേസമയം NSSന്റെ നിലപാട് മാറ്റത്തിൽ താൻ ദുഃഖിതനാണെന്നും പി സി ജോർജ് വ്യക്തമാക്കി. സുകുമാരൻ നായർ എങ്ങനെ ഈ അബദ്ധം കാണിച്ചുവെന്നറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എത്തിയത്. ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ആഗോള സംഗമത്തെ തുടക്കം മുതൽ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു വെള്ളാപ്പള്ളി സ്വീകരിച്ചത്. ആഗോള സംഗമം നടത്താനുള്ള തീരുമാനം മികച്ചതെന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്നുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശം വിവാദമായിരുന്നു. അടുത്ത തവണ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും വേറെ ആരും മുഖ്യമന്ത്രിയായിട്ട് കാര്യമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത പിണറായി വിജയന് മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ വരുന്ന ഭക്തരിൽ 90% കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദം പറയുമെങ്കിലും മുഖ്യമന്ത്രി അടക്കം ഭൂരിപക്ഷം പേരും ഭക്തരാണ്. പണ്ട് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും പിണറായി തന്നെ 2 തവണ ശബരിമലയിൽ വന്നിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം പിണറായി പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് മാത്രം പി സി പറഞ്ഞില്ല. വെള്ളാപ്പള്ളിയെ പിണറായി ചാക്കിട്ടത് എങ്ങനെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയില്ല.